ഉപബോധ മനസ്സിൻ്റെ ശക്തി. ഒരു മനുഷ്യൻ അവൻ്റെ ഉപബോധ മനസ്സിൽ എന്താണ് ചിന്തിക്കുന്നത്, എന്താണ് അവൻ കൊണ്ടു നടക്കുന്നത്, അവൻ അതായിത്തീരും. നിങ്ങളുടെ ദിവസേനയുള്ള ചിന്തകളെ ഉണർത്തി സദ്ഭാവനകളെ വളർത്തി വിധിയെ തന്നെ മറിക്കാൻ കഴിയും. അത് നിങ്ങളുടെ മനസ്സിൻ്റെ ബലമാണ് നിങ്ങളുടെ ശക്തിയായി വർദ്ധിക്കുന്നത്. അതിനെ വളർത്തുക. ദൈവികമായ പ്രാർത്ഥനയുടെ ശക്തിയാൽ ഓരോ മനുഷ്യൻ ദുഃഖിതനും മറ്റുള്ള സന്തോഷവാനുമായിരിക്കാൻ എന്താണ് ശരിക്കും കാരണം? എല്ലാവർക്കും ഉണ്ടാകുന്നത് ഓരോ 24 മണിക്കൂർ ദിവസം തന്നെയല്ലേ ഉള്ളത്? ഒരാൾ ശക്തനായിരിക്കുമ്പോൾ മറ്റൊരുവൻ ദുർബലനാകുന്നു. എന്തുകൊണ്ട്? ഉപബോധ മനസ്സിൻ്റെ ശക്തി കൊണ്ടാണത്. എന്താണ് ഉപബോധ മനസ്സിൻ്റെ ശക്തി എന്ന് പറയുന്നത്? നിങ്ങൾക്ക് ദൈവത്തോടുള്ള അഗാധമായിട്ടുള്ള ഒരു നിബന്ധനയുമില്ലാത്ത പരമാനന്ദം നൽകുന്ന, മറ്റാരോടും ദേഷ്യമോ മറ്റ് പരിഭവങ്ങളോ ഇല്ലാത്ത പ്രാർത്ഥനയുടെ ശക്തിയാണ്. അതിലുള്ള വിശ്വാസമാണ് നിങ്ങളുടെ ഉപബോധ മനസ്സിൻ്റെ ശക്തി. അകമനസ്സിന് എല്ലാം അറിയാം. ഒരു സാക്ഷിയായി അത് നിങ്ങളിൽ നിൽക്കുന്നു. നിങ്ങൾ ചെയ്യുന്ന എല്ലാ തരം കർമ്മങ്ങളിലും ഒരു മൂകസാക്ഷിയാണ് നിങ്ങളുടെ മനസ്സ്. മനുഷ്യർ 3 വിധം ആളുകളുണ്ട്. ഒന്നാമത്തെ വിധം ആളുകൾ തൻ്റെ എല്ലാ ഉയർച്ചയ്ക്കും പരിധിയില്ലാത്ത തൻ്റെ ശക്തിക്കും എല്ലാം നേടിയെടുക്കാൻ കഴിയുമെന്ന മനോബലമുള്ളവരാണവർ. രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്നത്, ദൈവം എനിക്ക് കഴിവ് തന്നിട്ടുണ്ട്, ശക്തി തന്നിട്ടുണ്ട്, എന്നാൽ മനസ്സിന് ക്ഷയം സംഭവിച്ച് അതിൽ നിന്നും വിട്ടുപോകും. പലരുടെയും വാക്കുകൾ കേട്ട് ആവശ്യമില്ലാത്തതെല്ലാം ചെവി കൊടുത്ത് അങ്ങനെ നിൽക്കുന്ന ഹതഭാഗ്യന്മാരുമുണ്ട്. ഇങ്ങനെയുള്ളവർക്ക് അധികം വളരാനാകില്ല. ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും ഉപകാരമില്ലാത്തവരുടെ വാക്കുകൾ മുഖവിലക്കെടുക്കുന്നവരാണ് അവർ. മൂന്നാമത്തെ കൂട്ടർ എത്ര പറഞ്ഞാലും എത്ര നിർബന്ധിച്ചാലും അതെന്താണെന്ന് മനസ്സിലാക്കാനോ അതൊന്ന് ശ്രമിക്കുക പോലും ചെയ്യാത്തവർ. ഉൾഭയത്തെ മാറ്റുവാനോ അത് ശ്രമിക്കുക പോലും ചെയ്തിരിക്കുമ്പോൾ കഴിവുകളിൽ വിശ്വാസമില്ലാതെ ജീവിക്കുന്നവർ. ഇവർക്കൊന്നും തന്നെ ഒന്നും നേടാനാകില്ല. ഉപബോധ മനസ്സിൻ്റെ ശക്തി എന്ന് പറയുന്നത് അതൊരു വലിയ ശക്തിയാണ്. തങ്ങൾ എന്താണോ വിചാരിക്കുന്നത് അത് നേടിയെടുക്കാനുള്ള കഴിവ് ഭഗവാൻ തന്നിൽ നൽകിയിട്ടുണ്ട് എന്ന അടിയുറച്ച വിശ്വാസമാണ് ഉപബോധ മനസ്സ്. തനിക്കെന്തും ചെയ്യാൻ കഴിയും, തനിക്കെന്തും നേടാൻ കഴിയും. നമ്മൾക്കുള്ള വാശിയാണ്, അതായത് എനിക്ക് നേടിയെടുക്കണം എന്ന വാശി കൊണ്ട് മാത്രമാണ് ഓരോരുത്തരും നേടിയെടുക്കുന്നത്. ദൈവം എല്ലാവർക്കും നൽകുന്ന ശക്തികളിൽ, ദൈവവിചാരങ്ങളിൽ അല്ലെങ്കിൽ ബുദ്ധിയിൽ കഴിവുകളെല്ലാം വ്യത്യസ്തമാണ് എങ്കിലും തങ്ങളുടെ കഴിവുകളിൽ അല്പം പോലും സംശയമില്ലാതെ അവർക്ക് ചെയ്യാൻ പറ്റുമ്പോൾ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും നേടിയെടുക്കാൻ കഴിയുമ്പോൾ അവർ തന്നെയാണ് ദൈവം ഉയർച്ച നൽകുന്നത്. അത്തരക്കാർക്ക് മാത്രമാണ് ദൈവം ഉയർച്ച നൽകുന്നത്. കാരണം എന്തെന്നാൽ അവൻ കൊടുത്ത കഴിവുകളെ അവർ ശരിയായി വിനിയോഗിച്ചു. ദൈവം എന്ന് പറയുന്നത് മനസ്സിന് ശക്തിയാണ് നൽകുന്നത്. ഈ മാനസികം നൽകുന്ന ഈ ശക്തിയാണ് നമ്മളുടെ ദിവസവും നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾക്കുള്ള ശക്തി. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ എന്താണോ കണക്ക് കൂട്ടുന്നത് അത് നമ്മളിൽ തന്നെ സംഭവിക്കുക തന്നെ ചെയ്യും.